ദീപക് മലയമ്മ ചേരുന്നു സംഭവ സ്ഥലത്ത് നിന്ന്. ദീപക് മലയമ്മ, ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണോ? പൂർണ്ണമായും മൂന്നാം നില, അതിനു മുകളിലുള്ള ഭാഗങ്ങൾ, ഗോഡൌൺ അതെല്ലാം കത്തിയമർന്നില്ലേ? സുജയ, തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, നിരവധിയായ യൂണിറ്റുകൾ ഇപ്പോഴും ഒഫീഷ്യൽ സ്റ്റാൻഡിനകത്തുണ്ട്. ഒരു വശത്തു കൂടി കോണി ഉപയോഗിച്ച ഫയർ ഫൈറ്റേഴ്സ് ആ കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭ്യവുമാണ്. ഇതിനകത്തേക്ക് പ്രവേശിച്ച പൂർണ്ണ തോതിൽ ആ തീ അണയ്ക്കുക, അത് ഇനി അങ്ങോട്ട് പടരുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. മറുവശത്ത് നമുക്ക് ആ കെട്ടിടത്തിൽ നിന്ന് കെട്ടിടത്തിന്റെ അകത്ത് നിന്ന് ഇതിന്റെ ഈ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന്റെ നടുത്തളത്തിലേക്ക് ഫയർഫോഴ്സ് വെള്ളം എത്തിക്കുന്നത് ഉൾപ്പെടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ തീപിടുത്തത്തിന്റെ കാരണം എന്നുള്ളത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇതിനോടകം തന്നെ ചീഫ് സെക്രട്ടറി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ കളക്ടറോടാണ് അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. 2 ദിവസത്തിനകം ജില്ലാ കളക്ടർ അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. അതേസമയം തന്നെ ജില്ലാ ഫയർ ഓഫീസർ നാളെ പരിശോധന എന്നുള്ളതാണ് പറയുന്നത്. നാളെ പരിശോധന നടത്തി കൃത്യമായി എന്താണ് ഈ സംഭവത്തിന് ഇടയാക്കിയ കാര്യം എന്നുള്ളത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകുമെന്നുള്ളതാണ്. അത്തരത്തിലുള്ള റിപ്പോർട്ട് വന്നാൽ മാത്രമായിരിക്കും എങ്ങനെയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത്, അത് പൂർണ്ണമായും അണയ്ക്കുന്നതിന് ഇത്രത്തോളം തടസ്സം നേരിടേണ്ടി വന്നത് എന്തുകൊണ്ടാണ് തുടങ്ങിയ കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരിക. നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് ജില്ലാ ഫയർ ഓഫീസർ പറയുന്നതടക്കം ഈ കെട്ടിടം പൂർണ്ണമായും കെട്ടിയടച്ച രീതിയിലാണ് ഉണ്ടായിരുന്നത്. ഇതിനകത്തേക്ക് കയറുന്ന ഗോണിപ്പടികൾ ഉൾപ്പെടെ അത്ര കണ്ട് ഇടുങ്ങിയ നിലയിലായിരുന്നു. അതുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാൻ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിട്ടു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഏറെക്കുറെ വിശ്വസിക്കാവുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത്. ഫയർ ഓഫീസർ ആ കാര്യം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു കെട്ടിടത്തിനകത്തേക്ക് ഉണ്ടായ തീപിടുത്തം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ നാശനഷ്ടം, അത് എന്തുകൊണ്ടാണ് തീപിടുത്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരും മണിക്കൂറുകളിൽ പരിശോധനയിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുമെന്നുള്ളതാണ്. നാളെ അത്തരത്തിലുള്ള വിശദമായ പരിശോധനയിലേക്ക് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കടക്കുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ പൂർണ്ണമായും അണയ്ക്കുക എന്നുള്ള നടപടിയിലേക്ക് മാത്രമാണ് പോകാനുള്ളത് എന്നുകൂടി പറയാൻ സാധിക്കും. ജില്ലയിലെ വിവിധ യൂണിറ്റുകൾ, ഫയർ യൂണിറ്റുകൾ ഇവിടേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ എയർപോർട്ടിൽ നിന്നുള്ള പ്രത്യേക യൂണിറ്റ് എത്തിച്ചതിന് ശേഷവുമാണ് ഈ നടപടികൾ പൂർണ്ണ തോതിലേക്ക് ഒരു തീ അണയ്ക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനിപ്പോൾ എത്ര സമയവും കൂടി ഈ പൂർണ്ണ തോതിൽ എന്നുള്ള നിലയിലേക്ക് തീ അണയ്ക്കാൻ എത്തുമെന്നുള്ളത് സംബന്ധിച്ച് ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത്. അതുപോലെ തന്നെ ദീപക്, നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇക്കാര്യത്തിൽ ചീഫ് സെക്രട്ടറി കളക്ടറോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ഇതിന്റെ തുടർ വാർത്തകളും നമുക്ക് പ്രേക്ഷകരിലേക്ക് വരും മണിക്കൂറുകളിലും നാളെ പുലർച്ചെയും ഒക്കെയായി എത്തിക്കുകയും ചെയ്യാം. കഴിഞ്ഞ മണിക്കൂറുകൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ വാർത്താ സംഘം.